യുവ ചലച്ചിത്ര പ്രവർത്തകരിൽ ഏറ്റവും ശ്രദ്ധേയനാണ് ബേസിൽ ജോസഫ്. അഭിനയത്തിലും സംവിധാനത്തിലും ഒരുപോലെ പ്രതിഭ തെളിയിച്ച കലാകാരൻ. സംവിധാനം ചെയ്ത ചിത്രങ്ങളും അഭിനയിച്ച ചിത്രങ്ങളും ഹിറ്റാക്കിയെടുത്ത അപൂർവ ചരിത്രമാണ് ബേസിലിനുള്ളത്. അസിസ്റ്റന്റ് ഡയറക്ടറായി തുടങ്ങി ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന സംവിധായകനാകാൻ ബേസിലിന് കഴിഞ്ഞു. എല്ലാവരോടും നന്നായി ഇടപെടാനുള്ള ബേസിലിന്റെ വ്യക്തിത്വവും ആരാധകർക്ക് ഏറെയാണ്. ഇക്കാര്യം പൃഥ്വിരാജ് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്. സമൂഹമാധ്യമങ്ങളുടെ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ലാത്ത അപൂർവം നടന്മാരിൽ ഒരാൾ കൂടിയാണ് ബേസിൽ. പലപ്പോഴും അഭിമുഖങ്ങളും സിനിമകളുടെ പ്രമോഷൻ പരിപാടികളും ബേസിലും ഡാനും ടൊവിനോയും ചേരുമ്പോൾ ചിരിയുടെ മാലപ്പടക്കം തന്നെ പൊട്ടാറുണ്ട്. ബേസിലും ഡാനും അഭിമുഖത്തിൽ പരസ്പരം ട്രോളുന്നതും പ്രേക്ഷകർക്ക് ചിരി സമ്മാനിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ബേസിലിന്റെ ബാല്യത്തിലെ ഒരു വീഡിയോ കുത്തിപ്പൊക്കിയിരുന്നു. കൈരളി ടിവിയിലെ അശ്വമേധം പരിപാടിയിൽ പങ്കെടുത്ത വീഡിയോയാണ് സമൂഹമാധ്യമങ്ങളിൽ നിമിഷങ്ങൾക്കകം വൈറലായത്. 8ാം ക്ലാസ്സുകാരനായ ബേസിലിന്റെ പരിപാടിയിലെ ഗൗരവവും ജി.എസ്. പ്രദീപിനോടുള്ള ചോദ്യങ്ങളൊക്കെ വലിയ ചർച്ചയാവുകയും ചെയ്തു. വയനാട് നടന്ന അശ്വമേധം പരിപാടിയിലാണ് ബേസിൽ പങ്കെടുത്തത്. അന്ന് 8ാം ക്ലാസ്സിലാണ് ബേസിൽ പഠിക്കുന്നത്. 17 ചോദ്യങ്ങൾ ജി.എസ്. പ്രദീപിന് ചോദിച്ച ശേഷമാണ് ബേസിലിന്റെ മനസ്സിലുള്ള പ്രശസ്തനായ വ്യക്തിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്. ഇന്ത്യയിലെ പ്രശസ്ത നർത്തകൻ ഉദയ് ശങ്കറിനെയാണ് ബേസിൽ മനസ്സിൽ കണ്ടത്. അശ്വമേധം വീഡിയോസിലെ ബേസിലിന്റെ ബ്രില്യൻസിനെ പലരും അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. ബേസിലിന് ഇപ്പോഴുള്ള വളർച്ചയിൽ അത്ഭുതപ്പെടാൻ ഇല്ലെന്നും പലരും പറയുന്നു. അതേസമയം രസകരമായ കമന്റുകളും വീഡിയോയ്ക്ക് താഴെ വരുന്നുണ്ട്. ഇത് ടൊവിനോ കാശ് കൊടുത്ത് കുത്തിപ്പൊക്കിയതാണെന്ന അഭിപ്രായങ്ങളും പങ്കുവച്ചു. എല്ലാവരുടെയും പഴയ ഫോട്ടോകളും മറ്റും കുത്തിപ്പൊക്കുന്ന ബേസിലിന് കിട്ടിയ മുട്ടൻ പണിയായിരുന്നു അശ്വമേധം വീഡിയോ. വീഡിയോ വൈറലായതിന് പിന്നാലെ ബേസിൽ തന്റെ ഇൻസ്റ്റാഗ്രാമിൽ മറ്റൊരു ചിത്രം പങ്കുവച്ചു. വലിയ ഗിറ്റാറുമായി നിൽക്കുന്ന കൗമാരക്കാലത്തെ ചിത്രമായിരുന്നു ബേസിൽ പങ്കുവച്ചത്. അശ്വമേധം മാത്രമല്ല, ലേശം സംഗീതവും വശമുണ്ടെന്നാണ് ബേസിൽ ഇതിന് അടിക്കുറിപ്പ് നൽകിയത്. എന്തായാലും ബേസിലിന്റെ കുത്തിപ്പൊക്കൽ ഫോട്ടോയും സമൂഹമാധ്യമങ്ങളിൽ വലിയ ചിരിക്കുള്ള വകയായി. ക്യൂവിന് നേരത്തെ നൽകിയ അഭിമുഖത്തിൽ അശ്വമേധം വീഡിയോയുടെ പിന്നാമ്പുറ കഥ ബേസിൽ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. ബേസിലിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: വയനാട്ടിൽ നടന്ന അശ്വമേധം എപ്പിസോഡിലാണ് അന്ന് ഞാൻ പങ്കെടുത്തത്. ജി.എസ്. പ്രദീപ് ജനങ്ങൾക്കിടയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഉത്തരം പറഞ്ഞപ്പോഴാണ് എന്നെ സ്റ്റേജിലേക്ക് വിളിച്ചത്. അങ്ങനെയാണ് പ്രദീപുമായി മത്സരിച്ചത്. ആ എപ്പിസോഡ് ടിവിയിലൊക്കെ വന്ന് എന്നെ സംബന്ധിച്ച് ഒരു വലിയ അച്ചീവ്മെന്റ് ആയിരുന്നു. അന്ന് കിട്ടിയ ഫലകം ഇപ്പോഴും എൻ്റെ വീട്ടിൽ അതേപടി ഇരിപ്പുണ്ട്. സഭാകമ്പം ഒരിക്കലും ഉണ്ടായിട്ടില്ല. വീട്ടുകാർ എല്ലായിടത്തും വിടുമായിരുന്നു. ഞാനും ചേച്ചിയും സ്കൂളിലും പള്ളിയിലും എല്ലാ കാര്യങ്ങൾക്കും ആക്റ്റീവായിരുന്നു. ക്ലാസ്സിൽ നല്ല മാർക്ക് മേടിക്കുന്ന കുട്ടിയായിരുന്നു ഞാൻ. പിതാവ് പുരോഹിതനും സ്കൂൾ അധ്യാപകനും ആയിരുന്നു. അമ്മയും സ്കൂൾ അധ്യാപികയാണ്. ഞാനും ചേച്ചിയും പള്ളിയിലെ പരിപാടികളിൽ സജീവമായിരുന്നു. പ്രസംഗത്തിനും പാട്ടിനും ഫാൻസി ഡ്രസ്സിനും അങ്ങനെ എല്ലാ പരിപാടികളും ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുക്കും. ഓണാഘോഷ പരിപാടിയിലും കലാപ്രതിഭയാകുകയായിരുന്നു ഞാൻ. ഇംഗ്ലീഷ് പ്രസംഗത്തിന് പോലും ചേരുമായിരുന്നു. അങ്ങനെ ഇംഗ്ലീഷ് പ്രസംഗത്തിന് പങ്കെടുക്കാനുള്ള കപ്പാസിറ്റി ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. സാധാരണ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഞാൻ പഠിച്ചിരുന്നത്. അവിടെ ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ മാത്രമുള്ള കഴിവൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലായിരുന്നു. ഒരിക്കൽ പോലീസിൻ പീഡനം ആയിരുന്നു വിഷയം. പ്രസംഗത്തിന് 10 മിനിറ്റ് മുമ്പാണ് വിഷയം കിട്ടുന്നത്. ഉരുട്ടിക്കൊല കേസ് ഒക്കെ പ്രസംഗത്തിൽ കൊണ്ടുവരണമെന്നുണ്ട്. എന്നാൽ ആ വാക്കിന് ഇംഗ്ലീഷ് വാക്ക് എന്താണെന്ന് അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അവസാനം ഉരുട്ടിക്കൊല കേസ് എന്ന് മലയാളത്തിൽ തന്നെ ഇംഗ്ലീഷ് പ്രസംഗത്തിൽ പറഞ്ഞു. അങ്ങനെ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഞാൻ. എല്ലാം ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ. വീട്ടിൽ ഉപയോഗിക്കുന്ന സ്റ്റീൽ പാത്രങ്ങളും കപ്പുകളും ഗ്ലാസും എല്ലാം എനിക്കും ചേച്ചിക്കും സമ്മാനമായി കിട്ടിയതാണ്. ഒന്നും മേടിക്കാൻ വന്നിട്ടില്ല. അന്ന് ട്രോഫി കിട്ടുന്നത് കുറവാണ്. ഷോക്കേസിലും ഒരു ട്രോഫികൾ എൻ്റെ വീട്ടിലുണ്ട്. ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെയാണ് സിനിമയിലേക്ക് വന്നപ്പോഴും പരീക്ഷണങ്ങൾ നടത്താൻ സഹായിച്ചതെന്ന് ബേസിൽ പറയുന്നു.